നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും പിണറായി സർക്കാരിനെ ഇണ്ണ വരപ്പിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ജോസ് കെ മാണിയും സംഘവും. റോഷെ വെച്ച് മാണിയെ വെട്ടാനുള്ള പിണറായിയുടെ പ്ലാൻ പാലായിൽ ഭാര്യ ഇറക്കിക്കൊണ്ടാണ് ജോസ് വട്ടത്തിൽ പൂട്ടിയത്. ആടിയുലഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസ് എം എപ്പോൾ വേണമെങ്കിലും തിരിയുമെന്ന സാഹചര്യം നിൽക്കുമ്പോൾ അടുത്ത തുറുപ്പുചീട്ടുമായിട്ട് പിണറായിയുടെ മുന്നിൽ കാലുമേൽ കാലും കയറ്റിയിരിക്കുകയാണ് ജോസ് കെ മാണി. ആവശ്യം ഒന്ന് മാത്രം, കൂടുതൽ സീറ്റുകൾ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പാളീസായ ജോസിനും കൂട്ടർക്കും അധിക സീറ്റ് നൽകാൻ പിണറായിക്ക് താല്പര്യവുമില്ല. കുറ്റ്യാടി സീറ്റ് ഉൾപ്പെടെ 13 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. എന്നാൽ കുറ്റ്യാടി തങ്ങളുടെ സിറ്റിംഗ് സീറ്റാണെന്ന് CPM അറിയിച്ചതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം. അങ്ങനെ രണ്ട് ഘടകകക്ഷികൾ തമ്മിൽ പിടിവലി മുറുകുമ്പോൾ മുഖ്യൻ വീണ്ടും അവതാളത്തിലായി. തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ചുള്ളത് ഒരു മാസം മാത്രമാണ്. അപ്പോഴുള്ള ഈ ശ്വാസം മുട്ടിക്കൽ LDFന്റെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. ഇക്കുറി 12 സീറ്റ് പോരാ എന്നും 13 സീറ്റുകൾ വേണമെന്ന നിലപാടിലുമാണ് ജോസ് കെ മാണി ഉറച്ചു നിൽക്കുന്നത്. ഇത് LDFലെ സീറ്റ് ചർച്ചകളെ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുകയാണ്. കുറ്റ്യാടി സീറ്റിലാണ് ജോസ് കെ മാണി പ്രധാനമായിട്ടും കണ്ണുവെക്കുന്നത്. എന്നാൽ കുറ്റ്യാടി സീറ്റ് തങ്ങളുടേതാണെന്നും അത് വിട്ടു നൽകാനാകില്ല എന്നും CPM കട്ടായം പറയുകയായിരുന്നു. ഇത് ഉഭയകക്ഷി ചർച്ചയിൽ ജോസ് കെ മാണിയെ CPM അറിയിക്കുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി. എന്നാൽ 13ാമത്തെ സീറ്റിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ കേരള കോൺഗ്രസ് എം നിലയുറപ്പിച്ചു. കുറ്റ്യാടി ലഭ്യമല്ലെങ്കിൽ പകരം മറ്റൊരു സീറ്റ് വേണമെന്ന ആവശ്യമാണ് ജോസ് കെ മാണി മുന്നോട്ട് വെക്കുന്നത്. ഇതോടെ ഉഭയകക്ഷി ചർച്ചകൾ ധാരണയാകാതെ പിരിയുകയായിരുന്നു. ഇരു പാർട്ടികളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതോടെ മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനം കൂടുതൽ സങ്കീർണതയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ കൂടുതൽ സീറ്റ് ഒരു പാർട്ടിക്കും നൽകാനാകില്ല എന്നതാണ് CPM നിലപാട്. അതേസമയം ആലപ്പുഴയിൽ നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിറ്റിംഗ് MLA-മാരെ തന്നെ നിലനിർത്തണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ കർക്കശ നിലപാട് ജില്ലാ കമ്മിറ്റിയുടെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. സിറ്റിംഗ് MLA-മാർ വീണ്ടും ജനവിധി തേടണമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റിയുടെ സമവാക്യത്തെ തെറ്റിക്കുന്നത്. ഇതും LDFൽ വലിയ കല്ലുകടി ഉണ്ടാക്കുകയാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം കായംകുളം മണ്ഡലമാണ്. കായംകുളത്ത് സിറ്റിംഗ് MLA U പ്രതിഭയ്ക്ക് പകരം ജില്ലാ സെക്രട്ടറി R നാസറിനെ രംഗത്തിറക്കാനാണ് ജില്ലാ കമ്മിറ്റി ആലോചിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലോ സിറ്റിംഗ് MLA-മാർ വീണ്ടും ജനവിധി തേടണമെന്ന സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം അവതരിപ്പിച്ചതോടെ നാസറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലേക്കെത്തി. ഇതോടെ കായംകുളത്ത് വീണ്ടും പ്രതിഭ തന്നെ ജനവിധി തേടും എന്നാണ് സൂചന. മണ്ഡലത്തിൽ മാറ്റം വേണമെന്ന നിലപാടാണ് ജില്ലാ സെക്രട്ടേറിയറ്റിനുള്ളത്. ഇതോടെ സിറ്റിംഗ് സീറ്റുകളിൽ പരീക്ഷണത്തിന് മുതിരേണ്ടതില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായേക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് രണ്ട് ഘടകകക്ഷികളും കൂടി CPMനെ വല്ലാതെ പിരിമുറുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഉള്ള ഈ പിരിമുറുക്കം പാർട്ടിയെ അന്ത്യത്തിലേക്ക് എത്തിച്ചിരിക്കും.